പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു യാത്ര പോകാം. തിരക്കുകളിൽ നിന്നെല്ലാം മാറി വളരെ ശാന്തമായ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരിടത്തേക്ക്. കണ്ണുകൾ അടയ്ക്കൂ, ശരീരം അയച്ചിടൂ. നിങ്ങളുടെ ശ്വാസതാളം ശ്രദ്ധിക്കൂ. മെല്ലെ, സാവധാനം. ഇന്ന് നമ്മൾ പോകുന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതത്തിലേക്കാണ്. അതെ, നമ്മുടെ മഹാസമുദ്രത്തിലേക്ക്. ആഴക്കടലിന്റെ അടിത്തട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന 15 വലിയ രഹസ്യങ്ങൾ തേടിയുള്ളൊരു യാത്ര. സങ്കൽപ്പിക്കുക, നമ്മളിപ്പോൾ ഒരു ചെറിയ മാന്ത്രിക കുമിളയിലിരിക്കുകയാണ്. ഈ കുമിള നമ്മളെ സുരക്ഷിതമായി കടലിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകും. ഫാക്ട് 1. സമുദ്രത്തിന്റെ ആഴം. നമ്മുടെ കുമിള താഴേക്കിറങ്ങാൻ തുടങ്ങുന്നു. നമുക്കറിയാം, ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം എവറസ്റ്റ് ആണെന്ന്. എന്നാൽ നമ്മുടെ സമുദ്രം എത്രത്തോളം ആഴമുള്ളതാണെന്നറിയാമോ? പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രെഞ്ച് എന്ന ഭാഗത്തുള്ള ചലഞ്ചർ ഡീപ്പ് എന്ന ഭാഗമാണ് ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. ഏകദേശം 11 കിലോമീറ്റർ ആഴമുണ്ടിതിന്. കൂട്ടുകാരെന്ന് ആലോചിച്ചു നോക്കൂ. ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന എവറസ്റ്റ് കൊടുമുടിയെ നമ്മളെടുത്ത് ഈ കടലിന്റെ അടിയിലേക്ക് വെച്ചാൽ പോലും അത് മുങ്ങിപ്പോകും. എവറസ്റ്റിന്റെ മുകളിൽ പിന്നെയും 1 മൈലോളം വെള്ളം ബാക്കി കിടക്കും. അത്രയ്ക്കും ആഴത്തിലാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. ഫാക്ട് 2. അദൃശ്യമായ ഭാരം, ദ പ്രഷർ. നമ്മൾ താഴേക്ക് പോകുന്തോറും വെള്ളത്തിന് വല്ലാത്ത ഭാരമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഓരോ 10 മീറ്റർ താഴേക്ക് പോകുമ്പോഴും മർദ്ദം അല്ലെങ്കിൽ പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ ആഴക്കടലിലെ മർദ്ദം എത്രയാണെന്ന് ഊഹിക്കാമോ? കരയിലുള്ളതിന്റെ 1100 മടങ്ങ് അധികമാണ് ഇവിടുത്തെ മർദ്ദം. ലളിതമായി പറഞ്ഞാൽ, ഒരു വലിയ ആന നിങ്ങളുടെ തള്ളവിളയിൽ കയറി നിൽക്കുന്ന അത്രയും ഭാരം. പക്ഷേ ഭയപ്പെടേണ്ട, നമ്മുടെ മാന്ത്രിക കുമിളയിൽ നമ്മൾ സുരക്ഷിതരാണ്. ഫാക്ട് 3. സ്വന്തമായി വെളിച്ചമുള്ള ജീവികൾ, ബയോല്യൂമിനസെൻസ്, കവരു. ഇപ്പോൾ പുറത്ത് നല്ല ഇരുട്ടാണ്. സൂര്യപ്രകാശം ഇവിടെ എത്താറില്ല. ഇതിനെ മിഡ്നൈറ്റ് സോൺ എന്ന് വിളിക്കുന്നു. എന്നാൽ നോക്കൂ, ആ ഇരുട്ടിൽ എന്തൊക്കെയോ മിന്നുന്നില്ലേ? നമ്മുടെ കുമ്പളങ്ങിയിലെ കായലുകളിൽ കവരു പൂക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ആഴക്കടലിലെ ജീവികൾ സ്വന്തമായി പ്രകാശമുണ്ടാക്കുന്നു. ഇതിനെ ബയോല്യൂമിനസെൻസ് എന്ന് പറയുന്നു. ഇരുട്ടിൽ ഇരയെ ആകർഷിക്കാനും ശത്രുക്കളെ പേടിപ്പിക്കാനും പരസ്പരം മിണ്ടാനുമൊക്കെയാണ് അവർ ഈ വെളിച്ചം ഉപയോഗിക്കുന്നത്. കടലിന്റെ അടിത്തട്ടിൽ നക്ഷത്രങ്ങൾ മിന്നുന്നതുപോലെ എന്ത് മനോഹരമാണല്ലേ! ഫാക്ട് 4. ഭീമൻ തിമിംഗലങ്ങൾ. ഷ്! എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ? ഒരു ക്ലിക്ക് ശബ്ദം. അതെ, അതൊരു സ്പേം വെയിലാണ്. പല്ലുള്ള തിമിംഗലങ്ങളിൽ ഏറ്റവും വലുതാണിവ. ഇവയ്ക്ക് വളരെ ആഴത്തിൽ മുങ്ങാൻ കഴിയും. ഏകദേശം 3 കിലോമീറ്റർ വരെ ആഴത്തിൽ ഇവ പോകും. മാത്രമല്ല, ഈ തിമിംഗലങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദം, അതായത് ആ ക്ലിക്ക് ശബ്ദം, ഭൂമിയിലെ ഏതൊരു ജീവിയേക്കാളും ഉച്ചത്തിലുള്ളതാണ്. ഒരു ജെറ്റ് വിമാനം പറക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ ഉച്ചത്തിലാണ് ഇവ ശബ്ദമുണ്ടാക്കുന്നത്. ഈ ശബ്ദം ഉപയോഗിച്ചാണ് അവർ ഈ കൂരിരുട്ടിലും വഴി കണ്ടുപിടിക്കുന്നത്. ഫാക്ട് 5. ഉറങ്ങുന്ന സ്രാവുകൾ, ഗ്രീൻലാൻഡ് ഷാർക്ക്. നമ്മളിപ്പോൾ വളരെ തണുത്ത ഒരിടത്താണ്. ഇതാ വളരെ സാവധാനം നീന്തുന്ന ഒരു സ്രാവിനെ കാണുന്നുണ്ടോ? ഇതാണ് ഗ്രീൻലാൻഡ് ഷാർക്ക്. ഇവരെ കണ്ടാൽ ഉറങ്ങുകയാണെന്ന് തോന്നും. വളരെ പതുക്കെയാണ് ഇവയുടെ സഞ്ചാരം. ഇവയുടെ പ്രത്യേകത എന്താണെന്നോ? ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ജീവികളാണിവ. ഏകദേശം 400 വർഷം വരെ ഇവർ ജീവിക്കും. അതായത് താജ്മഹൽ പണിതു തുടങ്ങിയ കാലത്ത് ജനിച്ച ഒരു സ്രാവ് ഇന്നും ഈ കടലിന്റെ അടിയിൽ ജീവിച്ചിരിപ്പുണ്ടാകാം. ഫാക്ട് 6. ദിനോസർ കാലത്തെ സ്രാവ്, ഫ്രിൽഡ് ഷാർക്ക്. അതാ നോക്കൂ, പാമ്പിനെ പോലെ തോന്നിക്കുന്ന മറ്റൊരു സ്രാവ്. ഇതിനെ ഫ്രിൽഡ് ഷാർക്ക് എന്ന് വിളിക്കുന്നു. ദിനോസറുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലം മുതൽ ഇവ ഈ കടലിലുണ്ട്. അതുകൊണ്ട് ഇവയെ ജീവിച്ചിരിക്കുന്ന ഫോസിൽ എന്ന് വിളിക്കുന്നു. ഇവയ്ക്ക് 300 പല്ലുകളുണ്ട്. 80 ദശലക്ഷം വർഷങ്ങളായി ഇവ ഈ രൂപത്തിൽ തന്നെ ഇവിടെ കഴിയുന്നു. ഫാക്ട് 7. ഭീമൻ കണവകൾ, ജയന്റ് സ്ക്വിഡ്. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ടു പോകുകയാണ്. ഇരുട്ടിൽ തിളങ്ങുന്ന വലിയ 2 കണ്ണുകൾ കാണുന്നുണ്ടോ? അത് ഭീമൻ കണവയാണ്, ജയന്റ് സ്ക്വിഡ്. ലോകത്തിലെ ഏതൊരു ജീവിയേക്കാളും വലിയ കണ്ണുകൾ ഇവയ്ക്കാണുള്ളത്. നമ്മുടെ വീട്ടിലെ ഒരു ഭക്ഷണപാത്രത്തിന്റെ അത്രയും വലിപ്പമുണ്ട് ഇവയുടെ ഓരോ കണ്ണിനും. ഈ വലിയ കണ്ണുകൾ ഉപയോഗിച്ചാണ് അവ വെളിച്ചമില്ലാത്ത ആഴക്കടലിൽ അവ കാര്യങ്ങൾ കാണുന്നത്. ഫാക്ട് 8. കടലിലെ സ്വർണം,
ഗോൾഡ് ഇൻ ദി ഓഷ്യൻ. ഇതൊരു രഹസ്യമാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്ന കടലിലെ വെള്ളത്തിൽ സ്വർണമുണ്ട്. ഏകദേശം 20 ദശലക്ഷം ടൺ സ്വർണം സമുദ്രത്തിലുണ്ടെന്നാണ് കണക്ക്. പക്ഷെ അത് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഭൂമിയിലുള്ള എല്ലാവർക്കും തുല്യമായി വീതിച്ചാൽ ഓരോരുത്തർക്കും 4 കിലോ സ്വർണം വെച്ച് കിട്ടും. പക്ഷെ അത് തിരിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ്. ഫാക്ട് 9. വെള്ളത്തിനടിയിലെ അഗ്നിപർവ്വതങ്ങൾ, ഹൈഡ്രോതേർമൽ വെന്റ്സ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കടലിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്. ഇവിടെ നല്ല തണുപ്പാണ്, ഏകദേശം 2 ഡിഗ്രി മാത്രം. പക്ഷെ നോക്കൂ, അവിടെ നിന്ന് പുക ഉയരുന്നത് കണ്ടോ? അവയെ ഹൈഡ്രോതേർമൽ വെന്റ്സ് എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ ഉള്ളിലെ ചൂട് കാരണം തിളച്ച വെള്ളം പുറത്തേക്ക് വരുന്ന ദ്വാരങ്ങളാണിവ. അവിടെ വെള്ളത്തിന് 400 ഡിഗ്രി വരെ ചൂടുണ്ടാകും. സൂര്യപ്രകാശമില്ലാതെ ഈ ചൂടിലും രാസവസ്തുക്കളിലും ജീവിക്കുന്ന വിചിത്ര ജീവികൾ ഇതിന് ചുറ്റുമുണ്ട്. ഫാക്ട് 10. ചൊവ്വയേക്കാൾ അപരിചിതം, അൺമാപ്ഡ് ഓഷ്യൻ. ഒരു തമാശ പറയട്ടെ, നമ്മൾ ആകാശത്തുള്ള ചൊവ്വാഗ്രഹത്തെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചുമൊക്കെ ഒരുപാട് പഠിച്ചു. അവയുടെ മാപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മുടെ സ്വന്തം സമുദ്രത്തിന്റെ 5% മാത്രമേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ബാക്കി 95% കടലും ഇന്നും നമുക്കറിഞ്ഞുകൂടാത്ത രഹസ്യങ്ങൾ നിറഞ്ഞതാണ്. ഫാക്ട് 11. കടലിലെ മഴക്കാടുകൾ, കോറൽ റീഫ്സ്. നമുക്ക് കുറച്ചു മുകളിലേക്ക് വെളിച്ചമുള്ള ഭാഗത്തേക്ക് വരാം. ഇവിടെ നിറയെ പവിഴക്കുറ്റുകളെ കാണാം. സമുദ്രത്തിലെ മഴക്കാടുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. സമുദ്രത്തിലെ 25% ജീവികളും ഈ പവിഴപ്പുറ്റുകളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. മാത്രമല്ല, പവിഴപ്പുറ്റുകൾ അവയ്ക്ക് വേണ്ടി തന്നെ ഒരു തരം സൺസ്ക്രീൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സൂര്യന്റെ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ ഇതവയെ സഹായിക്കുന്നു. ഫാക്ട് 12. ഏറ്റവും വലിയ ജീവി, ബ്ലൂ വെയിൽ. ഇതാ നമ്മുടെ കുമിളയുടെ മുകളിലൂടെ ഒരു നീല തിമിംഗലം നീന്തിപ്പോകുന്നു. ഭൂമിയിൽ ഇന്നുവരെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ജീവിയാണ് ബ്ലൂ വെയിൽ. പണ്ട് ജീവിച്ചിരുന്ന വലിയ ദിനോസറുകളെക്കാളും വലിപ്പമുണ്ടിവയ്ക്ക്. 30 മീറ്ററിലധികം നീളവും 1,30,000 കിലോ ഭാരവുമുണ്ട്. ഇതിന്റെ നാക്കിന് തന്നെ ഒരു ആനയുടെ ഭാരമുണ്ട്. ഫാക്ട് 13. കടലിലെ ശബ്ദരഹസ്യം, ദ ബ്ലൂപ്പ്. 1997 ശാസ്ത്രജ്ഞർ കടലിനടിയിൽ നിന്ന് വളരെ ഉച്ചത്തിലുള്ള ഒരു ശബ്ദം കേട്ടു. അതിനെ ദ ബ്ലൂപ്പ് എന്ന് വിളിച്ചു. അതേതെങ്കിലും ഭീമൻ കടൽ ജീവിയാണോ എന്ന് പലരും സംശയിച്ചു. എന്നാൽ അത് വലിയ മഞ്ഞുമലകൾ പൊട്ടുന്ന ശബ്ദമായിരുന്നു എന്ന് പിന്നീട് കണ്ടെത്തി. 3000 മൈലുകൾക്കപ്പുറം വരെ ഈ ശബ്ദം കേൾക്കാമായിരുന്നു. ഫാക്ട് 14. ആഴക്കടലിലെ ഭീമന്മാർ, ഡീപ് സീ ജൈഗാൻറ്റിസം. ആഴക്കടലിൽ ഒളിച്ചിരിക്കുന്ന മറ്റൊരു രഹസ്യമാണ് ഡീപ് സീ ജൈഗാൻറ്റിസം. നമ്മൾ സാധാരണ കാണുന്ന ചെമ്മീനും ഞണ്ടുമൊക്കെ കടലിന്റെ അടിത്തട്ടിലെത്തുമ്പോൾ വളരെ വലുതായിരിക്കും. അവിടുത്തെ കടുത്ത തണുപ്പും ഉയർന്ന മർദ്ദവും കാരണം അവിടെയുള്ള ചിലന്തികളും കണവകളുമൊക്കെ സാധാരണത്തിനേക്കാളും എത്രയോ ഇരട്ടി വലിപ്പത്തിൽ വളരുന്നു. ഫാക്ട് 15. ഓക്സിജൻ, ദി ഓക്സിജൻ വി ബ്രീത്ത്. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ശ്വസിക്കുന്ന വായുവിന്റെ കാര്യം. നമ്മൾ കരുതുന്നത് കാടുകളാണ് നമുക്ക് ഓക്സിജൻ നൽകുന്നതെന്നാണ്. എന്നാൽ സത്യത്തിൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ 70% നൽകുന്നത് കടലാണ്. കടലിലെ ചെറിയ സസ്യങ്ങളും ആൽഗകളുമാണ് നമുക്ക് ജീവവായു നൽകുന്നത്. നമ്മുടെ യാത്ര അവസാനിക്കുന്നു. മാന്ത്രിക കുമിള മെല്ലെ ഉയരുന്നു. തിരികെ നമ്മുടെ മുറിയിലേക്ക്, നമ്മുടെ സുരക്ഷിതമായ കിടക്കയിലേക്ക്. കടൽ എത്ര മനോഹരമാണല്ലേ! എത്രയെത്ര ജീവികൾ, എത്രയെത്ര രഹസ്യങ്ങൾ! ആ നീല വെളിച്ചവും മിന്നുന്ന മത്സ്യങ്ങളും പാട്ടുപാടുന്ന തിമിംഗലങ്ങളും എല്ലാം ഇപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളിൽ വരും. ഈ വലിയ കടലിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പ്ലാസ്റ്റിക്കുകളിട്ടും മാലിന്യങ്ങളിട്ടും നമ്മൾ കടലിനെ വേദനിപ്പിക്കാറുണ്ട്. ഇനി മുതൽ നമുക്ക് കടലിനെ സ്നേഹിക്കാം. ഇനി ഉറങ്ങാം ശാന്തമായി. ശുഭരാത്രി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. വീണ്ടും കാണും വരെ നന്ദി.